നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. അവിടെ നമ്മൾ അക്കൗണ്ടൻസിയുടെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, അതുമായി റിലേറ്റ് ചെയ്യണ കുറച്ച് തിയറികൾ അതൊക്കെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞത്. അതിൻ്റെ ഒരു തിയറി ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ നോക്കി കഴിഞ്ഞത്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് നോക്കാം. അപ്പം നമുക്ക് പഠിക്കാം. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയും അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എന്താണ്, ക്യാഷിൻ്റെ ഇൻഫ്ലോസ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താ പറഞ്ഞത്, ഇവിടെ ഫസ്റ്റ് ഏതൊരു അക്കൗണ്ടിങ് തുടങ്ങുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസിൽ നിന്നാണ്. The document on the basis of which transactions are recorded in the books of account are known as source document. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ആ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വൗച്ചേഴ്സ് എന്നും കൂടി പറയും. എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മളെ ബിസിനസ്സിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എഴുതി വെക്കുന്ന ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെയാണ് സോഴ്സ് ഡോക്യുമെൻറ്റ് ഓർ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ബിസിനസ് നടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ എഴുതി വെക്കില്ല. നമ്മൾ ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് വിത്ത് എവിഡൻസോട് കൂടിയിട്ടാണ് നമ്മൾ എഴുതിക്കുന്നത്. നമ്മൾ വൗച്ചേഴ്സിൻ്റെയും ഇൻവോയ്സസ് ബിൽസിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സ് ഡോക്യുമെൻറ്റിലേക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ദ വെരിഫിയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് റിക്വയേഴ്സ് ദാറ്റ് ഈച്ച് റെക്കോർഡഡ് ട്രാൻസാക്ഷൻ മസ്റ്റ് ഹാവ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ആസ് എവിഡൻസ്. സോഴ്സ് ഡോക്യുമെൻറ്റിലേക്ക് എഴുതിയിട്ടുള്ള എല്ലാ റെക്കോർഡഡ് ഡാറ്റകൾക്കും സപ്പോർട്ടിംഗ് എവിഡൻസ് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവോയ്സസ് ആയിട്ടും അതുപോലെ ബിൽസുകൾ, അതുപോലെ തന്നെ നമ്മളുടെ വൗച്ചേഴ്സ്, അതുപോലെ പിന്നെന്താ റെസീപ്റ്റ്സ്, ക്യാഷ് മെമ്മോസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ സപ്പോർട്ടിംഗ് എവിഡൻസായി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സിലേക്ക് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ട് vouchers. Vouchers are classified as cash vouchers, debit vouchers, credit vouchers, journal vouchers, etc. A transaction with one debit and one credit is a simple transaction and the voucher prepared for it is known as transaction voucher. നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെ 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാഷ് വൗച്ചർ, ഡെബിറ്റ് വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ ആൻഡ് ജേർണൽ വൗച്ചർ. ഇനി ഒരു ഡെബിറ്റ് സൈഡും അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റും ഉള്ളൂ എങ്കിൽ, ഒരു ട്രാൻസാക്ഷനിൽ 1 ഡെബിറ്റും 1 ക്രെഡിറ്റും മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു സിമ്പിൾ ട്രാൻസാക്ഷൻ ആണ്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻസ് വൗച്ചർ. ക്ലിയർ ആയോ? 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ഡെബിറ്റ് സൈഡും 1 ക്രെഡിറ്റ് സൈഡും ആണെങ്കിൽ അതൊരു സിമ്പിൾ ട്രാൻസാക്ഷൻ ആണ്. അതിന് നമ്മൾ ട്രാൻസാക്ഷൻ വൗച്ചർ എന്നാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് വൗച്ചേഴ്സ്. ക്ലിയർ ആയോ? ഒരു ട്രാൻസാക്ഷൻസ് മാത്രമാണെങ്കിൽ, ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ മാത്രമാണെങ്കിൽ അതിനെ ട്രാൻസാക്ഷൻ വൗച്ചറും, മൾട്ടിപ്പിൾ ഡെബിറ്റ്സും ക്രെഡിറ്റ്സും വരികയാണെങ്കിൽ അതിനെ കോമ്പൗണ്ട് വൗച്ചർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ 2nd ചാപ്റ്ററിലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻ്റെ അണ്ടറിൽ ഡ്യുവൽ ആസ്പെക്ട്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗിവിങ്ങും അതുപോലെ തന്നെ റിസീവിങ് ആസ്പെക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഇക്വേഷനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലയബിലിറ്റിയും അസറ്റും തമ്മിലുള്ള ഇക്വാലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. നമ്മൾ അസറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലയബിലിറ്റി കണ്ടുപിടിക്കാം. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി ആണുള്ളത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് അക്കൗണ്ടിങ് റൂൾസ്.
അക്കൗണ്ടിങ് റൂൾസിൽ അക്കൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് ഇംപേഴ്സണൽ അക്കൗണ്ട്സ്. ഈ ഇംപേഴ്സണൽ അക്കൗണ്ട്സ് നമ്മൾ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് റിലേറ്റ് ചെയ്യണത് ഇൻഡിവിജ്വൽസ്, അതുപോലെ ഫേംസ്, ഇൻഡസ്ട്രി, കമ്പനി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും? പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധനം വിറ്റു, ഹരിക്ക് നമ്മൾ ഫർണിച്ചർ വിറ്റു, അല്ലെങ്കിൽ പർച്ചേസ് ഫർണിച്ചർ ഫ്രം AR ട്രേഡേഴ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിലുള്ള ഹരി, അതുപോലെ തന്നെ AR ട്രേഡേഴ്സ്, ഇതൊക്കെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ഇപ്പോൾ ഒരാളുടെ നെയിം ഹരി, മോഹൻ, ഷീല, അങ്ങനെയുള്ള നെയിംസുകൾ, കമ്പനി, ഇൻഷുറൻസ് കമ്പനി, AR ട്രേഡേഴ്സ്, RK ഫർണിച്ചർ, ഇതൊക്കെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ഡ്രോയിങ്സ്, ഇതൊക്കെ എന്താ? പേഴ്സണൽ അക്കൗണ്ട്സിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ഇംപേഴ്സണൽ അക്കൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്യുന്നത് അസെറ്റ്സ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മളുടെ അസെറ്റ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരിക, അതുപോലെ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിയൽ അക്കൗണ്ട്സിൽ പറയുന്നത്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ബിസിനസ്സിലുള്ള എക്സ്പെൻസസ്, ലോസ്, അല്ലെങ്കിൽ ഇൻകം, ഗെയിൻസ് റിലേറ്റഡ് ആണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി ഈ 3 അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 3 റൂളുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ വരുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ എന്താ പറയുന്നത്? ഡെബിറ്റ്, റിസീവ് ചെയ്ത എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമെന്നും, ഗീവ് ചെയ്ത എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഗിവറിനെ എല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയാണ്, പർച്ചേസ് ഫർണിച്ചർ ഫ്രം AR ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമുക്ക് ആരാണ് ഈ ഫർണിച്ചർ തന്നത്? AR ട്രേഡേഴ്സ് അല്ല. അപ്പോൾ തന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡെബിറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചറും, ക്രെഡിറ്റ് എന്ന് പറയുന്നത് AR ട്രേഡേഴ്സുമാണ്. ഇതാണ് പേഴ്സണൽ അക്കൗണ്ട്സ് കൊണ്ട് റൂള്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വരുന്നതെല്ലാം, എന്തെല്ലാമാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത് അതിനെല്ലാം ഡെബിറ്റ് ചെയ്യാനും, നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് എന്തെല്ലാം പോയി അതിനെ ക്രെഡിറ്റ് ചെയ്യാനുമാണ് റിയൽ അക്കൗണ്ട് പറയുന്നത്. ഇപ്പോൾ ഫർണിച്ചർ പർച്ചേസ്ഡ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ വാട്ട് കംസ് ഇൻ, ഇവിടെ എന്താണ് നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നത്? ഫർണിച്ചറാണ് അല്ലേ? അപ്പോൾ വന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എന്ത് കൊടുത്തപ്പോഴായിരിക്കും നമുക്ക് ഫർണിച്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കുക? നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് പോയത് എന്താണ്? ക്യാഷാണ്. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അപ്പോൾ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? എക്സാമ്പിൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ്. എല്ലാ എക്സ്പെൻസസും ലോസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യാനും, നമുക്ക് വന്നിട്ടുള്ള എല്ലാ ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യാനുമാണ് നോമിനൽ അക്കൗണ്ട് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ്. സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ സാലറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെബിറ്റഡ് ആണ്. പിന്നെ ഇവിടെ എന്താ വരുന്നത്? നമ്മളുടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് പോയത്? ക്യാഷ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അക്കൗണ്ടിങ് റൂൾസിലെ 3 റൂൾസാണ് നമ്മൾ പഠിക്കാനുള്ളത്. പേഴ്സണൽ അക്കൗണ്ട്സിൽ വരുന്ന റൂളാണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിൽ വരുന്ന റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്.
ദെൻ നോമിനൽ അക്കൗണ്ടിൽ വരുന്ന റൂളാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ടു ഓൾ.